ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനും ജിഷ്ണും കൂടി ഇന്നൊരു മേളത്തിന് പോവാണ് ആലുവയിൽ. നിലവിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. ഇവന് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ ഇങ്ങോട്ട് പോന്നു. മേളം വൈകുന്നേരത്തേനാണ്. അപ്പം പകൽ കുറച്ച് ഇവിടെ കറങ്ങിയിട്ട് വൈകിട്ടത്തേക്ക് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. നമ്മുടെ അടുത്ത ജില്ലയാണെങ്കിലും എറണാകുളത്തിന് എപ്പോഴും വരവൊന്നുമില്ല, വല്ല കാലത്തൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് എറണാകുളം എപ്പോഴും ഒരു പുതുമയാണ്. നമ്മുടെ അവിടെ ഈ കായലും കടലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പം ഇങ്ങേര് നോക്കുന്ന പോലെ നോക്കി നിന്ന് പോകും. ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലത്തെ ബോട്ടുകളുണ്ട് കേട്ടോ. ഈ ബോട്ടൊക്കെ കയറുന്ന ഒരാൾക്ക് 100 രൂപ വെച്ചാണ് പറഞ്ഞത്. പക്ഷെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് ഫില്ലാകുന്നോടം വരെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. ആള് ഫുള്ളായാലേ അവർ ബോട്ട് എടുക്കത്തുള്ളൂ. അപ്പം അതിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ബോട്ടേ കയറിയില്ല. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് മറൈൻ ഡ്രൈവിലൂടെ ഇങ്ങനെ നടന്നു. ഈ യാത്ര ഡിസംബർ 6 ശനിയാഴ്ചത്തെയാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി. ഇപ്പോൾ ഉച്ചയാകാറായിട്ടുണ്ട്. അന്നേരം അത്യാവശ്യം ആൾക്കാർ വഴി കൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. ആളുകൾ സൈഡിൽ വിശ്രമിക്കുന്നുണ്ട്. നമ്മൾ നടന്ന് ഈ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ ഈ KSRTCയുടെ അടുത്ത് തന്നെ കണ്ടൊരു ലൂബ് ഷോപ്പാണ്. KSRTC തന്നെ ഒരു ബസ്സാണ് ഇങ്ങനെ ലൂബ് ഷോപ്പാക്കി ഇട്ടേക്കുന്നത്. നടന്ന് നടന്ന് സുഭാഷ് പാർക്കിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നേരെ ബ്രോഡ്വേയിലേക്കാണ് പോകുന്നത്. ബ്രോഡ്വേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ തീരെ തിരക്കില്ല. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുമായിട്ട് ബ്രോഡ്വേ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു ഭാഗത്താണെങ്കിൽ പലതരത്തിലുള്ള പാവകളും ക്രിസ്മസിൻ്റെ രൂപങ്ങളും സാന്താക്ലോസിൻ്റെ പലതരത്തിലും രൂപത്തിലും പല രീതിയിലുമുള്ള രൂപങ്ങൾ ഇവിടെ അടുക്കി വെച്ചേക്കുവാണ്. ഈ ഒരു ഭാഗത്താണെങ്കിൽ LED കൊണ്ടുള്ള പല രൂപങ്ങൾ, ലൈറ്റുകൾ, മാല ബൾബുകൾ, അങ്ങനെ ക്രിസ്മസിന് എന്തൊക്കെ അലങ്കരിക്കാൻ വേണോ അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരു പ്രദേശം മൊത്തം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇങ്ങനെ ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നല്ലൊരു വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറിയ കുറേ ഷോപ്പുകളിൽ അവർ ഹോൾസെയിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് അവിടുന്ന് ഒരു സ്റ്റാറും കുഞ്ഞിനൊരു സാന്താക്ലോസിൻ്റെ ഡ്രസ്സും മേടിച്ചു. ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഫുള്ള് സ്റ്റാറുകളാണ്. LED സ്റ്റാറുകൾ നിലവിൽ വിപണിയിൽ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഈ പേപ്പർ സ്റ്റാറുകൾക്ക് നിലവിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയ മൊത്തം പേപ്പർ സ്റ്റാറുകളാണ്. ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല, പരിപാടിക്ക് സമയമായിട്ടുണ്ട്. ആലുവയിലാണ് പരിപാടി. ഇതൊരു അയ്യപ്പൻ വിളക്കാണ്. നമ്മുടെ ഇടുക്കി ഭാഗത്തൊന്നും ഇങ്ങനെ അയ്യപ്പൻ വിളക്ക് അങ്ങനെ കണ്ടുവരുന്നില്ല. ഇതൊരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ അയ്യപ്പൻ വിളക്ക് നടക്കുന്നത്. 18 പടികളൊക്കെ വെച്ച് ഒരു ക്ഷേത്രം പോലെ ഉണ്ടാക്കി അതിൽ അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ നിന്ന് താലപ്പൊലിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്ന ചിന്തുപാട്ടൊക്കെ. ഈ അയ്യപ്പൻ വിളക്ക് പോലെ തന്നെ ഈ ചിന്തുപാട്ട് നമ്മുടെ ഒരു ഏരിയയിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്തായാലും ഇതൊരു പുതിയ അനുഭവം തന്നെയാണ്. ഈ ചിന്തുപാട്ട് നടത്തുന്ന ടീമിൻ്റെ പേര് ഹരിശ്രീ കാഞ്ഞൂർ എന്നാണ്. അവരുടെ ഒരു എനർജി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇവരുടെ ഈ ചിന്തുപാട്ടിൻ്റെ വീഡിയോ ഞാൻ അല്ലാതെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണുന്നത് നന്നായിരിക്കും.